ഹായ് ഫ്രണ്ട്സ്, നിരഞ്ജൻ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു ഞണ്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് 1 കിലോ ഞണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുള്ളുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തതാണിത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഞണ്ട് റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി വേണം, പച്ചമുളക്, ഞാൻ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 ചുവന്നുള്ളി, വെളുത്തുള്ളി അതുപോലെ ഒരു 3-4 എണ്ണം. ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. പിന്നെ സവാള വേണം, തക്കാളി. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും. ഇനി നമുക്കിത് തയ്യാറാക്കാം. ആദ്യം നമുക്കൊരു പാത്രം വെച്ച് ചൂടാകാൻ വയ്ക്കാം. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളക് ചേർത്ത് വഴറ്റുകയാണ്. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നപ്പോഴേക്കും ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചാണ് ഞാൻ ഇത് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയിലേക്ക് അല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരും. ഇതുപോലെ കളറ് മാറി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. അപ്പം ഞാനിനി അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അല്പം ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ മുമ്പ് ഇട്ടതിൽ ഉപ്പ് കുറവായ കാരണം കുറച്ചുകൂടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്യാണ്. അത് അതിൻ്റെ പച്ചമണം, മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയുടെ മണമൊക്കെ മാറി പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞണ്ട് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാ ഭാഗത്തും അതിൻ്റെ ഗ്രേവിയൊക്കെ പിടിക്കാനായിട്ട് എല്ലായിടത്തും നികത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ശരിക്കും നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. മസാലയൊക്കെ ഞണ്ടിലേക്കൊക്കെ പുരട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഞണ്ട് റോസ്റ്റാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും അതിന് ഗ്രേവി വേണ്ട, നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റി നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഞണ്ട് റെസിപ്പിയാണത്. എൻ്റെ ചാനൽ നിങ്ങൾ മറക്കരുത്, നിരഞ്ജൻ വ്ലോഗ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.